ബിനീഷിലേക്ക് പോകണം. നമുക്ക് തലസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ബിനീഷ്, ഇപ്പോൾ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് സണ്ണി ജോസഫ് പ്രതികരണമുണ്ട്. ബിനീഷ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ചന്തവിള വാർഡിൽ റീകൗണ്ടിംഗ്, BJP 2 വോട്ടുകൾക്ക് ജയിച്ച വാർഡ്, LDF പരാതിയിലാണ് റീകൗണ്ടിംഗ്. ഇത് ജയിച്ചാൽ കേവല ഭൂരിപക്ഷം, പിന്നെ സണ്ണി ജോസഫിന് വീട്ടിലിരിക്കാം. ബിനീഷ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്? തീർച്ചയായിട്ടും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ സണ്ണി ജോസഫിൻ്റെ ആ ഒരു ചിന്ത അത് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന വിശ്വാസം തന്നെയാണ് ഉള്ളത് BJP നേതാക്കൾക്ക്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് 2 സ്വതന്ത്രർ, കണ്ണമുല വാർഡിൽ ഒരു സ്വതന്ത്രൻ വിജയിച്ചു, ഒപ്പം തന്നെ പൗണ്ട് കടവ് വാർഡിൽ മറ്റൊരു സ്വതന്ത്രൻ വിജയിച്ചു. അങ്ങനെ 2 സ്വതന്ത്രന്മാർ തിരുവനന്തപുരം നഗരസഭയിൽ മാറി നിൽക്കുന്നുണ്ട്. അവർ ആർക്ക് പിന്തുണ നൽകും എന്നത് നിർണായകമായ കാര്യം തന്നെയാണ്. അങ്ങനെ സണ്ണി ജോസഫ് കൂട്ടിയാൽ കൂടില്ല എന്ന് തന്നെയാണ് BJP നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഒരു വാർഡിൽ, ചന്തവിള വാർഡിൽ ഇപ്പോൾ റീകൗണ്ടിംഗ് നടക്കുകയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. റീകൗണ്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. 2 വോട്ടിന് ആ വാർഡിൽ BJP വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. LDFിൻ്റെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും റീകൗണ്ടിങ്ങിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടും അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് BJP എത്തുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പൗണ്ട് കടവ് വാർഡിൽ നേരത്തെ നമുക്കറിയാം, നമ്മൾ കാണുന്നത് പൗണ്ട് കടവ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസിന് ബദലായാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ആ പൗണ്ട് കടവ് ാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. എന്തായിരുന്നാലും കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് BJP എത്തും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇനി 5 താഴെ വാർഡുകൾ എണ്ണാനുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ ആർക്കായിരിക്കും മേൽക്കൈ വരിക എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം ഒരു വാർഡിൽ റീകൗണ്ടിംഗ് നടക്കുന്നു. നിലവിലെ ഒരു സാഹചര്യം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ഏറ്റവും സേഫായി 49ലേക്ക് എത്തി നിൽക്കുന്നു. ഏറ്റവും സേഫായി 49 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJP എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും 51ലേക്ക് എത്തുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് BJP നേതാക്കൾക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പുറകിലായി ദൃശ്യങ്ങൾ കാണാം. വലിയ തോതിൽ വലിയ ആവേശം, പ്രത്യേകിച്ച് അനന്തപുരിക്ക് തിലകക്കുറി ചാർത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ BJP പ്രവർത്തകരും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ആവേശവും ആഹ്ലാദവും അത് തന്നെയാണ്, നമുക്കതിലൂടെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് BJP കേരളത്തിൽ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ലക്ഷ്യമിട്ടതും തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നതാണ്. തലസ്ഥാനം പിടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം കേരളത്തിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വിജയം കണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കുമ്പോൾ BJPയുടെ മുന്നേറ്റം അത് പ്രവചിക്കുന്നതിലും അതീതം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ. ചോദിച്ചോട്ടെ വിനീഷ്, ഇപ്പോ മാരാർജി ഭവനിൽ നിന്ന് ഷാലി റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി എണ്ണാനുള്ളത് 5 താഴെ വാർഡുകൾ മാത്രമാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും NDA 51 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയിട്ടുണ്ട്. ഇനി ചന്തവിള വാർഡിന്റെ റിസൾട്ടും കൂടി വരണം. അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷം കൃത്യമായ മെജോറിറ്റി കയ്യിലുണ്ടാവും. നഗരസഭ ഉറപ്പിക്കാം, നമുക്ക് വേറെ ടെൻഷനൊന്നും വേണ്ട. വിനീഷ്, ആ ഒരു വിലയിരുത്തൽ കൂടി വേഗത്തിൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നഗരസഭ ഉറപ്പിക്കാമെന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരസഭ ചന്തവിളയിൽ അനുജി പ്രഭ BJP ജയിച്ചു. അപ്പൊ BJPക്ക് ശുക്രൻ അടിച്ചു 50. അപ്പൊ ഉറപ്പിച്ചൂടെ? തീർച്ചയായിട്ടും 50ലേക്ക് BJP എത്തി നിൽക്കുന്ന, ഹാഫ് സെഞ്ചുറിയിലേക്ക് BJP എത്തി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഇനി ഉള്ളത്. ഇനി കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമോ എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഒരു സീറ്റ് കൂടി ലഭിച്ചാൽ അത് BJPക്ക് തിലകക്കുറി ചാർത്തുന്നതിന് സമാനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനന്തപുരിയിൽ പുതിയ മാറ്റത്തിന് വഴിത്തിളയ്ക്കാൻ, പ്രത്യേകിച്ച് വികസിത മാറ്റം എന്ന മുദ്രാവാക്യവുമായി, വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷൻ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല ഘട്ടങ്ങളിലും CPMന്റെ നേതാക്കളും ഒപ്പം
ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ച് പരിഹസിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനൊക്കെ തന്നെ ചുട്ട മറുപടി ഈ വിജയത്തിലൂടെ BJP നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് BJPയുടെ ആഘോഷം തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഈ നാലാഞ്ചിറയിൽ ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് CPM-നെയും കോൺഗ്രസിനെയൊക്കെ ഒരു തുരുത്തായി മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് BJP-യും CPM-ഉം ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ LDF-ഉം NDA-യും ഒപ്പത്തിനൊപ്പം നിന്നപ്പോൾ CPM പ്രവർത്തകരുടെ ഒരു ആവേശം നമുക്ക് വലിയ രീതിയിൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ CPM പ്രവർത്തകരെ കാണാനില്ല എന്നതാണ് വസ്തുത. ഞാൻ നിൽക്കുന്നത് നാലാഞ്ചിറയിലെ ഈ പ്രധാന വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ CPM നേതാക്കളെ ഒരു തുരുത്തായി മാത്രം കാണാൻ സാധിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അത് കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിക്കഴിഞ്ഞാൽ, മാന്ത്രിക സംഖ്യയിലേക്ക് BJP എത്തിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം. എന്തായിരുന്നാലും തിരുവനന്തപുരം നഗരസഭ BJPയുടെ സാധാരണ തിരുവനന്തപുരക്കാരുടെ ഒരു വാക്കുകളിൽ പറയുകയാണെങ്കിൽ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ എല്ലാവരും പിന്നെ ഇതും കൊടുക്കാം. വമ്പൻ വിജയമാണ്, വമ്പൻ വിജയം. അതെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. കൃത്യമാണ്, അടിപൊളിയായിട്ടുണ്ട്. ചരിത്ര നിമിഷമാണ്, ചരിത്ര നിമിഷം. BJP ഭരിക്കും, കോർപ്പറേഷൻ BJP ഭരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയ് BJP. ജയ് ജയ് BJP. തീർച്ചയായിട്ടും നമുക്ക് കാണാം വലിയ പ്രതീക്ഷയിൽ, വലിയ ആത്മവിശ്വാസത്തിൽ. ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവിടെ നടപ്പിലാക്കാൻ പറ്റും. മാത്രമല്ല ഇവർക്ക് ഒരുമിക്കാൻ വലിയ സമയം വേണ്ട. ഇവര് പറഞ്ഞാൽ പിന്നെ ഇവർ ഇന്ത്യ സഖ്യല്ലേ, എന്ത് നിലപാട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത് ഞങ്ങൾ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ ഒന്നിക്കുകയാണ് എന്നൊക്കെ. അപ്പം ആ ഒരു നിലയാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. തീർച്ചയായിട്ടും നിലവിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP കടക്കും എന്ന സൂചനകൾ തന്നെയാണ് ഉള്ളത്. ഇനി എണ്ണാനുള്ളത് 3 സീറ്റുകൾ മാത്രമാണ് ബാക്കി. ഒരു സീറ്റും കൂടി BJPക്ക് അടിച്ചാൽ അത് BJPക്ക് വലിയ നേട്ടം തന്നെയായിരിക്കും. കാരണം BJP ഉദ്ദേശിക്കുന്ന പദ്ധതികൾ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കാൻ ആർജവം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സീറ്റ് നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പുറകിലായി വലിയ ആവേശം, വലിയ ആഹ്ലാദത്തെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സന്തോഷത്തിലാണോ? പിന്നെ ഇതുപോലെ സന്തോഷമുണ്ടോ? 45 വർഷം കൊണ്ട് അവന്മാർ കട്ടുപിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനെ നമ്മളിപ്പോൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഞങ്ങൾ എന്ത് സന്തോഷിക്കാൻ? ഇത് ഞങ്ങളുടെ ദിനങ്ങളാണ്. എന്താണ് ഭരണമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ തിരുവനന്തപുരത്തെ അനന്തപുരി നിവാസികൾക്ക് എന്താണ് ശുദ്ധമായ ഭരണം, എന്താണ് അഴിമതിരഹിത ഭരണം എന്ന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്കറിയാം വികസനത്തിന്റെ കുതിപ്പായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്ന് ഓരോ പ്രവർത്തകരും പറയുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ BJP ഏറ്റവും കൂടുതൽ അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ആ വികസന കാഴ്ചപ്പാടുകളിലായിരിക്കും ഇനി BJP മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുത്തേക്കും എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ്. 51 സീറ്റിലേക്ക് BJP എത്തും എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ലീഡ് നിലയിൽ 51ലേക്ക് BJP എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായിരുന്നാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. സണ്ണി ജോസഫ് പറഞ്ഞതിന് സമാനമായ രീതിയിൽ ഒരുപക്ഷെ കൂട്ടുകക്ഷിയിലേക്ക് കടന്നാൽ പോലും BJPയെ എതിർക്കാൻ തിരുവനന്തപുരം നഗരസഭയിൽ സാധിക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ബിനീഷ്, എന്തായാലും BJP 50 കടന്നുള്ള വലിയ മുന്നേറ്റം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചെമ്പഴന്തി ഉദയൻ മണ്ണന്തല വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നു എന്ന അപ്ഡേറ്റ്സ് കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്നത്. മണ്ണന്തല BJPയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. 51 സീറ്റ് ഏകദേശം. അമ്പലമുക്ക് വാർഡ് വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യമുള്ള ഒരു വാർഡ് കൂടിയാണ്. അപ്പൊ അവിടെ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ക്ഷമിക്കണം, അത് അമ്പലത്തറയാണ്. മാത്രമല്ല ഈ തീരദേശ മേഖലകളിലും എനിക്ക് തോന്നുന്നു BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ 51ലേക്ക് വരാൻ സാധ്യത വരുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ BJP നേതൃത്വം പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. ലോക്സഭയ്ക്ക് സമാനമായി ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം BJPക്ക് ലഭിക്കുന്നുണ്ട്. അത് തന്നെ ആണ് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും BJP നടത്തി. ഞാൻ അമ്പലത്തറയാണ് പറഞ്ഞത്. അമ്പലമുക്ക് വാർഡ് കുമാരി ജയന്തി RC BJP വിജയിച്ചിരിക്കുകയാണ്.
എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഒരു തിരുവല്ലത്ത് വിജയിച്ചിട്ടുണ്ട്, പാച്ചല്ലൂർ ഗോപകുമാർ വിജയിച്ചിട്ടുണ്ട്. ഒപ്പം വെള്ളാർ വാർഡ്, പുതിയതായി രൂപീകരിച്ച വെള്ളാർ വാർഡിൽ നേരത്തെ തിരുവല്ലം കൗൺസിലറായ പിന്നെ സത്യവതി വെള്ളാറിൽ മാറി മത്സരിച്ചു, അവർ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചിത്രം കിട്ടേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ വീടിരിക്കുന്ന വാർഡിൽ ബിജെപിക്ക് അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ്. ആട്ടാട് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി ശ്രീലക്ഷ്മി ഹരീഷാണ് വിജയിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം 88 വോട്ടാണ്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. ആ വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അനിൽ അക്കരെ. നമുക്ക് വീണ്ടും വിനീഷിലേക്ക് തന്നെ പോകാം. വിനീഷ് കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വരണം, കാരണം എല്ലാ ഫോക്കസും തിരുവനന്തപുരത്തേക്ക് മാത്രമാണ്. വിനീഷ്, വിനീഷ്, ഈ തീരദേശ മേഖലയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം ഈ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സാധാരണ BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് കൂടി BJP ഇത്തവണ ഒരു കടന്നുവരവ് നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ 50-ന് മുകളിലേക്ക് പോകാൻ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരിക്കുന്നത്? പ്രജിത്താണ് ഗൗതം ഉള്ളത്. പ്രജിത്ത്, ഒന്ന് ഗൗതം ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. കാരണം എവിടെയാണ് കൃത്യമായി തന്നെ തീരദേശ മേഖലയൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ ഒരു പ്രദേശം അവിടെയാണ്. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ചെറിയ ദൂര, ഭീമാപ്പള്ളി, വലിയ ദൂര, ഈ മേഖലയിൽ BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ 50 എന്ന വലിയ നമ്പറിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞത്? ഗൗതം, നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ വിജയം വിലയിരുത്തുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് എല്ലാ മേഖലയിലേക്കും, കോർപ്പറേഷൻ്റെ ഏതാണ്ട് എല്ലാ മേഖലയിലേക്കും BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക്, ഒന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള നേമം, തിരുവനന്തപുരം സെൻട്രൽ, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, ഈ 3 മേഖലകളിലും BJPക്ക് വലിയ രീതിയിൽ സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചില CPM കേന്ദ്രങ്ങളിലേക്ക് BJP കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അത് കാലങ്ങളായി LDF വിജയിച്ചു കയറുന്ന പല സീറ്റുകളിലും BJP ഇത്തവണ വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളതാണ്. അത് പലതും ഒരുപക്ഷെ CPM കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രന്റെ വീടിരിക്കുന്ന വാർഡിൽ പോലും BJPക്ക് ഉണ്ടായത് വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ ആ വാർഡിൽ ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ BJPക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം CPI കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന നിരവധി വാർഡുകളും BJP പിടിച്ചടക്കി എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ വശമായി പറയേണ്ടത്. അതോടൊപ്പം തന്നെ തീരപ്രദേശത്തുള്ള, ഇപ്പോൾ നേരത്തെ ഈ നമ്മൾ ഹാർബർ വാർഡ് എന്ന് വിളിക്കുന്ന ഇപ്പോഴത്തെ പോർട്ട് വാർഡിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറേ നേരം അധികം BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് അവിടെ CPM വിജയിച്ചെങ്കിലും അവിടെ ലീഡ് ചെയ്ത് നിൽക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കടകംപള്ളിയിലെ ജയ രാജീവ് അവിടെ 1536 രണ്ടാമത് വന്ന സ്ഥാനാർത്ഥി നേടിയത്. 1936 ഏതാണ്ട് 400-ലധികം വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വീടിരിക്കുന്ന വാർഡിൽ, അല്ലെങ്കിൽ കടകംപള്ളി വാർഡിൽ BJPക്ക് നേടാനായത്, BJP വിജയിച്ചു കയറിയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആറ്റിപ്പുറയിൽ ഒക്കെ വിജയിച്ചു കയറാൻ BJPക്ക് കഴിഞ്ഞു. മറ്റ് മണ്ഡലങ്ങളിൽ ഇതുവരെ അത്രയധികം സ്വാധീനമുണ്ടായിരുന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും BJPക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. 2 മുന്നണികൾക്കും, ചില ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിലൊക്കെ 2 മുന്നണികൾക്കും വലിയ തിരിച്ചടി നൽകി മുന്നോട്ട് പോകാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൗതം, മാരാർജി ഭവനിൽ ഇപ്പോൾ കരമന ജയന്റെ നേതൃത്വത്തിൽ വിജയയാത്ര ഇപ്പോൾ തൈക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് മാരാർജി ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രതികരണം, എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രതികരണം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നാണ്. ഒപ്പം വളരെ രസകരമായിട്ടുള്ള വേറൊരു പ്രതികരണം നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ജനങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ട് നന്ദികേട് കാണിച്ചു. അല്ല, അത് സ്വാഭാവികമാണ്. ഞാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് കാത്തിരിക്കുകയായിരുന്നു ഇത്തരം പ്രതികരണങ്ങൾ. എന്തായാലും ഇത്തരം ധാർഷ്ട്യം നിറഞ്ഞ പ്രതികരണങ്ങൾ CPM ക്യാമ്പ്, അത് ആ ഒരു ഇതാണ് പ്രശ്നമാണ്. അവരുടെ അടിത്തറ ഇളകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ് ഇതൊക്കെ. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാരാർജി ഭവനിൽ നിന്നുള്ള പ്രതികരണമാണ് കേരളം ഉറ്റുനോക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.